ഹായ് എവരിബഡി, ഞാൻ ഡോക്ടർ പ്രദീപ് കുമാർ ഷെനായിസി, കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ റുമറ്റോളജിസ്റ്റാണ്. ഞാൻ നിങ്ങളോട് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മംഗലാപുരത്തെ അത്താവർ KMCക്ക് എതിർവശമുള്ളതും ചക്രപ്പാണി അമ്പലത്തിന് സമീപമുള്ളതുമായിട്ടുള്ള അമൃത മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ നിന്നാണ്. ഈ വീഡിയോയിൽ സിംറ്റമാറ്റിക് ഹൈപ്പർ യൂറീസെമിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ഭക്ഷണത്തിലെ പ്യൂരിൻ എന്ന പദാർത്ഥത്തിൻ്റെ ദഹനപ്രക്രിയയുടെ ഭാഗമായിട്ട് അവസാനമുണ്ടാകുന്ന രാസവസ്തുവാണ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡിൻ്റെ നോർമൽ വാല്യൂ പുരുഷന്മാരിൽ സാധാരണയായിട്ട് 4 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ മുതൽ 8.5 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ വരെയാണ്. സ്ത്രീകളിൽ അത് 2.7 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ മുതൽ 7.3 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ വരെയാണ്. അപ്പം രക്തത്തിൽ യൂറിക് ആസിഡ് അളവ് ഇതിനെക്കാട്ടിയും കൂടുമ്പം ആ അവസ്ഥക്ക് ഹൈപ്പർ യൂറിസെമിയ എന്ന് പറയും. ഹൈപ്പർ യൂറിസെമിയുള്ള പുരുഷന്മാരിൽ 7 മുതൽ 12% ആൾക്കാർക്ക് ഗൗട്ട് ഉണ്ടാവും. ബാക്കി 88 മുതൽ 99% ആൾക്കാർക്ക് ഗൗട്ട് ഉണ്ടാവില്ല. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ സന്ധികളിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽ ഫോർമേഷനുള്ള അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം യൂറിക് ആസിഡ് രക്തത്തിൽ കൂടിയിരിക്കുകയും പേഷ്യൻറ്റിന് ഗൗട്ട് ഇല്ലാത്തതുമായിട്ടുള്ള അവസ്ഥക്കാണ് സിംറ്റമാറ്റിക് ഹൈപ്പർ യൂറീസെമിയ എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ യൂറീസെമിയ ഗൗട്ട് ഇല്ലാതെ ഉണ്ടാവുമ്പം അതിനെ ചികിത്സിക്കണോ വേണ്ടിയോ എന്നതാണ് ചോദ്യം. ചികിത്സിക്കണ്ട എന്നുള്ളതാണ് അതിന് ഉത്തരം. പല ഗവേഷണങ്ങളും തെളിയിച്ചുള്ളത് രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ രോഗത്തിനോ പ്രമേഹത്തിനോ അത് കാരണമായേക്കാം എന്നുള്ളതാണ്. എന്നാലും യൂറിക് ആസിഡിനെ ചികിത്സിക്കണ്ട എന്ന് പറയുന്നതിന് കാരണം പ്രമേഹത്തിനും ഹൃദ്രോഗത്തിനും വേറെ പല കാരണങ്ങളും ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഹൈപ്പർ യൂറീസെമിയനെ എപ്പോഴാണ് ചികിത്സിക്കേണ്ടതെന്ന് നോക്കാം. ഹൈപ്പർ യൂറീസെമിയ കൊണ്ട് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാവുകയോ അല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ സ്റ്റോൺസ് വൃക്കകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽസ് ബോഡിയുടെ പല ഭാഗങ്ങളിലായിട്ട് ടോഫസ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്താൽ നമ്മൾ രക്തത്തിലുള്ള ഹൈപ്പർ യൂറീസെമിയനെ ചികിത്സിക്കണം. അതുകൂടാതെ ഹൈപ്പർ യൂറീസെമിയുള്ള പേഷ്യൻസിന് ഗൗട്ട് കൂടാതെ പല കാരണങ്ങളും കൊണ്ട് വാദമുണ്ടാവാം. അതായത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, പാലിൻഡ്രോമിക് റുമാറ്റിസം, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, സീറോ നെഗറ്റീവ് സ്പോണ്ടിലോആർത്രൈപ്പത്തി മുതലായവ ഈ പേഷ്യൻസിൽ ഉണ്ടാവാം. പക്ഷേ ഇവർ യൂറിക് ആസിഡ് കൂടുതലുള്ളത് കൊണ്ട് അത് ഗൗട്ടാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് യൂറിക് ആസിഡിനുള്ള മരുന്ന് കഴിച്ചിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന പല ആൾക്കാരുമുണ്ട്. പിന്നെ യൂറിക് ആസിഡ് ഉള്ള പേഷ്യൻസിന് ഞാൻ പൊതുവായിട്ട് കൊടുക്കുന്ന ഉപദേശമുണ്ട്. ശരീരത്തിൻ്റെ അമിതഭാരം കുറക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് യൂറിനിൽ കൂടി പുറന്തള്ളപ്പെടും. പിന്നെ മെറ്റാബോളിക് സിൻഡ്രോത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹൈപ്പർ യൂറീസെമിയ ഉണ്ടാകുന്നതെങ്കിൽ അതിൻ്റെ കൂടെ തന്നെയുള്ള BPനെയും ഷുഗറിനെയും ചികിത്സിക്കണം. BPനെ ചികിത്സിക്കുന്ന ലോസാർട്ടൻ പൊട്ടാസ്യം എന്ന മരുന്നിന് യൂറിക് ആസിഡിനെ മൂത്രത്തിലൂടെ പുറന്തള്ളാൻ പറ്റും. അതിനെ കൂടാതെ അതിനെ BPനെ നിയന്ത്രിക്കാനും പറ്റും. അപ്പം നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഹൈപ്പർ യൂറീസെമിയ ഉണ്ടെങ്കിൽ അതിനെ കൂടാതെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ സന്ധിവേദന ഉണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സക്കായി നിങ്ങൾക്ക് മംഗലാപുരം അത്താവർ KMCക്ക് എതിർവശമുള്ളതും ചക്രാപ്പാണി അമ്പലത്തിന് സമീപമുള്ളതുമായിട്ടുള്ള അമൃത മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ എന്നെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ വിലയേറിയ സമയത്തിന് നന്ദി, നമസ്കാരം.